ഹായ് മക്കളെ, നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്തിരുന്നു. ആ പാഠഭാഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് വേഗത പറയുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഒന്ന് ആവറേജ് റേറ്റ് ആണ്, മറ്റൊന്ന് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി എന്നുള്ള കാര്യവും നമ്മൾ എന്താക്കിയിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത കാര്യം ഇതാണ്. ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ടോപ്പിക് ഇതാണ്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നുള്ളതാണ്. ബേസിക്കലി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു നമുക്ക് ധാരാളം ഓർഡർ ഓഫ് റിയാക്ഷനുകൾ ഉണ്ട് എന്ന്. സീറോ ഓർഡർ റിയാക്ഷൻ ഉണ്ട് എന്ന് പഠിച്ചു, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട് എന്ന് പഠിച്ചു, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഉണ്ട് എന്ന് പഠിച്ചു, തേർഡ് ഓർഡർ റിയാക്ഷൻ ഉണ്ട് എന്ന് പഠിച്ചു. ഈ പറയുന്ന ഓർഡേർഡ് റിയാക്ഷനുകളിൽ എല്ലാത്തിലും തന്നെയുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് കെ കണ്ടുപിടിക്കുന്ന വഴിയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നുള്ള രൂപത്തിൽ എന്താക്കുന്നത്, പറയുന്നത് കേട്ടോ. ഓരോ കെമിക്കൽ റിയാക്ഷനിലും ഓരോ ഓർഡറിലുള്ള കെമിക്കൽ റിയാക്ഷനകത്തുമുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് കെ കണ്ടുപിടിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. ആദ്യം നമ്മൾ തുടങ്ങുന്നത് സീറോ ഓർഡർ റിയാക്ഷനകത്ത് നിന്നാണ്. സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊരു കെമിക്കൽ റിയാക്ഷനകത്തും അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഒരിക്കലും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത്തരം റിയാക്ഷനെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. ഏത് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, വേഗത എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ എന്താക്കുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്തരം റിയാക്ഷനെയാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. നോക്കണം മക്കളെ, ബേസിക്കലി ഒരു സ്പെഷ്യൽ കണ്ടീഷനിൽ, സാധാരണ നോർമൽ കണ്ടീഷനിലൊന്നുമല്ല, സ്പെഷ്യൽ കണ്ടീഷനുകളിൽ മാത്രമാണ് ഈ പറയുന്ന സീറോ ഓർഡർ റിയാക്ഷൻ എന്താകുന്നത്, സാധ്യമാകുന്നത്. റെഡി? നമ്മൾ പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാമ്പിൾ ആണ്. ഇറ്റ് ഈസ് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ അണ്ടർ ദ സർഫസ് ഓഫ് ഗോൾഡ്, പ്ലാറ്റിനം എക്സെട്ര. ഗോൾഡോ പ്ലാറ്റിനമോ പോലുള്ള മെറ്റൽ സർഫസുകളിൽ വെച്ച് അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് എന്താകുന്നു, മാറുന്നു. അമോണിയ ഡീകമ്പോസ് ചെയ്യുകയാണ് ഗോൾഡിൻ്റെയോ പ്ലാറ്റിനത്തിൻ്റെയോ പോലുള്ള മെറ്റൽ സർഫസുകളിൽ വെച്ച്. ഇത്തരം മെറ്റൽ സർഫസുകളിൽ വെച്ച് അമോണിയ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അത് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് എന്താകുന്നു, മാറുന്നു. ഇത് ഒരു തരം സീറോ ഓർഡർ റിയാക്ഷനാണ്. ഈ റിയാക്ഷനകത്ത് നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റേറ്റിനെ, വേഗതയെ എന്താക്കുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല എന്നാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. റെഡിയല്ലേ? കാര്യം മനസ്സിലായല്ലോ സംഗതി. ഇനി നമുക്ക് ഈ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ കെ, റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താക്കാം, നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഞാൻ എടുക്കുന്ന റിയാക്ഷൻ ഇതാണ്. എൻ്റെ കൂടെ തന്നെ ഡിറൈവ് ചെയ്തു പോകണേ. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നു, മാറുന്നു. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഞാൻ കൺസിഡർ ചെയ്തത്. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നു, മാറുന്നു. ഈ ഒരു റിയാക്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എങ്ങനെയാണ് വരിക? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എങ്ങനെയാണ് വരിക? ദിസ് ഈസ് മൈനസ് dA/dt അല്ലേ? ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? -dA/dt ആണ്. ഇനി ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ
റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റ്. റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ റേറ്റ് ലോ പ്രകാരം റേറ്റ് നമ്മൾ എഴുതുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് റേസ് ടു 0. എന്തുകൊണ്ടാണ് ഞാൻ റേസ് ടു 0 എന്നിട്ടത്? അതൊരു 0 ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ടാണ്. നോക്കുക, എ എന്ന് പറയുന്ന റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു. ഈ ഒരു റിയാക്ഷന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് -dA/dt ആണ്. ഇനി റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? KA⁻0 ആണ്. റെഡി? രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് റേറ്റ് എന്നല്ലേ? അപ്പോൾ റൈറ്റ് സൈഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്ക് എഴുതാം -dA/dt equal to KA⁻0. -dA/dt equal to KA⁻0. നോക്കൂ മക്കളെ, A⁻0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. റെഡി? കോൺസെൻട്രേഷൻ റേസ് ടു 0, A⁻0യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ എഴുതുന്നു -dA/dt equal to K. ഇനി ഈ -dTA ഞാൻ അങ്ങോട്ട് എടുക്കണു. then we can be written as dA equal to -kdt. റെഡി? ഇത്രയുമാണ് ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്തു. എ എന്ന് പറയുന്ന റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു റിയാക്ഷന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് -dA/dt ആണ്. റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റ് എന്ന് പറയുന്നത് KA⁻0 ആണ്. ലെഫ്റ്റ് സൈഡ് രണ്ടും റേറ്റ് എന്നായതുകൊണ്ട് നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതുകയാ -dA/dt equal to KA⁻0. -dA/dt equal to KA⁻0യുടെ വാല്യൂ 1 ആയതുകൊണ്ട് then dA equal to -kdt. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ ഓൺ ബോത്ത് സൈഡ്സ്. ഈ ഇക്വേഷൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. റെഡി? ഈ ഇക്വേഷൻ്റെ ഇരുവശത്തുമായിട്ട് എന്താക്കുന്നു? ഇൻ്റഗ്രേഷൻ എന്താക്കുന്നു? ചെയ്യുന്നു. റെഡി? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കും നിങ്ങൾ +2 മാത്തമാറ്റിക്സിൽ. ഇവിടെ dA equal to -kdt ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക നിങ്ങൾക്ക് ഇങ്ങനെയാണ്. ദിസ് ഈസ് A equal to -kt plus C. C is a constant. റെഡി? നമ്മൾ ഇവിടെ ഇൻ്റഗ്രേഷൻ നടത്തുന്ന സമയത്ത് dA equal to -kdt ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക A equal to -kt plus C ആണ്. ഇതിൽ C എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് C എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ എന്താക്കണം? കണ്ടുപിടിക്കണം. C എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ആണ് എക്ക് A0 എന്ന് കൊടുക്കുക, Tക്ക് 0 എന്ന് കൊടുക്കുക. ദിസ് ഇസ് അവർ കണ്ടീഷൻ. നോക്കണം, നമുക്ക് C എന്ന് പറയുന്ന ഇൻ്റഗ്രേഷന് ശേഷമുള്ള കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എക്ക് A0 എന്ന് കൊടുക്കുക, Tക്ക് 0 എന്ന് കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എങ്ങനെയാ വരിക? എക്ക് A0 എന്ന് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? A0 equal to -k into 0 plus C. K into T അല്ലേ? K into 0 plus C. അതായത് A0 equal to C എന്നെന്താവും? വരും. റെഡി? C എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമ്മൾ കണ്ടീഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് A0 equal to എന്ത് വരും? C. അപ്പോൾ C എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമുക്ക് ലഭിച്ചില്ലേ? ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പം എങ്ങനെ വരും? A equal to -kt plus A0. സിക്ക് പകരം A0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഞാൻ എന്താക്കി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ A equal to
മൈനസ് കെ ടി പ്ലസ് എ സീറോ. റെഡി? ഇനി എ സീറോനെ ഇങ്ങോട്ടെടുത്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും എ സീറോ മൈനസ് എ ഈക്വൽ ടു കെ ടി. എ സീറോ മൈനസ് എ ഈക്വൽ ടു എന്ത് വരും? കെ ടി. ദെൻ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി എ ഇങ്ങോട്ട് എടുക്കുക. എ സീറോ മൈനസ് എ ബൈ ടി ഈക്വൽ ടു കെ. ഇതാണ് ഒരു സീറോ ഓർഡർ റിയാക്ഷനകത്ത് റേറ്റ് കോൺസ്റ്റന്റ് കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റെഡി? വളരെ എളുപ്പമാണ്. ഈ ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഇക്വേഷൻ ഇതാണ്. എ സീറോ മൈനസ് എ ബൈ ടി ഈക്വൽ ടു എന്ത് വരും? കെ എന്നെന്താവും വരും. റെഡി? ക്ലിയർ അല്ലേ? ചെയ്തതൊന്നും കൂടി പറയാം. എ ഗീവ്സ് പ്രോഡക്റ്റ്. എ എന്ന് പറയുന്ന റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയി മാറുന്ന ഒരു റിയാക്ഷൻ എടുത്തു. അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ എഴുതി മൈനസ് ഡി എ ബൈ ഡി ടി എന്നാണ്. റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റ് എഴുതി കെ എ റേസ് ടു 0 എന്നാണ്. ലെഫ്റ്റ് സൈഡ് രണ്ടും സെയിം ആയതുകൊണ്ട് റൈറ്റ് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതി മൈനസ് ഡി എ ബൈ ഡി ടി ഈക്വൽ ടു കെ എ റേസ് ടു 0 എന്ന്. അപ്പോൾ മൈനസ് ഡി എ ബൈ ഡി ടി ഈക്വൽ ടു എ റേസ് ടു 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ കെ എന്നെന്താക്കി എഴുതി അല്ലേ? എഗെയിൻ ഡി എ എന്ന് പറഞ്ഞാൽ മൈനസ് കെ ഡി ടി ആണ്. ദെൻ രണ്ട് സൈഡും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചതാണ് എ ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി. ഇവിടെ സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. എക്ക് എ സീറോ എന്ന് കൊടുത്തു, ടിക്ക് 0 എന്നെന്താക്കി കൊടുത്തു. അപ്പോൾ എ സീറോ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് സി എന്ന് വരും. എ സീറോ ഈക്വൽ ടു സി എന്നെന്താവും വരും അല്ലേ? ഇവിടെ എ സീറോ എന്ന് പറഞ്ഞാൽ സി ആണല്ലോ. അപ്പോൾ സിക്ക് പകരം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് എ സീറോ. ഇനി എ സീറോ മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? കെ ടി ആണ്. ടീനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എ സീറോ മൈനസ് എ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ എന്നെന്താവും വരും. ഇതാണ് മായിച്ചോട്ടെ, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, അതായത് കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമ്മളൊരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ടൈമും എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. നോക്കണം, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ടൈം, എത്ര സമയം കൊണ്ടാണ് ആ റിയാക്ഷൻ നടന്നത് എന്നും എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലാണ് നമ്മൾ ഗ്രാഫ് എന്താക്കുന്നത്, വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ വൈ ആക്സിസിനോട് ചേർന്ന പോയിന്റ് ഉണ്ടല്ലോ, അതാണ് എ സീറോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. റെഡി? ഇനി ഈ ഗ്രാഫിനകത്ത് നിന്ന് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കൂലേ? നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നതാണ് ഗ്രാഫിൻ്റെ സ്ലോപ്പ്. ഇവിടെ മൈനസ് സ്ലോപ്പ് എന്ന് പറയുന്നതായിരിക്കും റേറ്റ് കോൺസ്റ്റന്റ് കെ. ഗ്രാഫിക്കലി ഉള്ള വഴിയാണ് ഇപ്പം സാർ പറഞ്ഞത്. അതായത് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ടൈമും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് വിച്ച് ഈസ് കോയിൻസൈഡ് ടു ദി വൈ ആക്സിസ്, വൈ ആക്സിസിനോട് ചേർന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയ എ സീറോയെ സൂചിപ്പിക്കുന്നു. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മൈനസ് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? കെ എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റിന് എന്താണ്? ഈക്വലാണ്.
ഇത്രയും കാര്യങ്ങളാണ് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താക്കേണ്ടത്, ആലോചിച്ചിരിക്കേണ്ടത്. അതിലെ ടേമുകൾ മറന്നു പോകരുത്. സാർ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി എഴുതാം. K = A0 - A/T എന്നായിരുന്നു. K നമ്മുടെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. A എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. T എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈമും ആണ്. റെഡി? എന്നാ അടുത്തതിലോട്ട് പോയാലോ. Again there is a next derivation. We can be starting with first order reaction. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അകത്തുള്ള ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, അതായത് റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് എന്താക്കണം, കണ്ടുപിടിക്കണം. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമുക്ക് എന്താക്കണം, കണ്ടുപിടിക്കണം. റെഡി? തുടങ്ങിയാലോ പരിപാടി? ഞാൻ തുടങ്ങുവാണേ, ശ്രദ്ധിച്ചോ. ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാ. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നു, മാറുന്നു. നേരത്തേതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് എന്തായി മാറുന്നു, പ്രോഡക്റ്റ് ആയി മാറുന്നു. ഈ ഒരു റിയാക്ഷൻ്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് -dA/dt ആണ്. ഇതിന് ഇപ്പം ഉണ്ടിട്ടാ, പ്രോഡക്റ്റിന്റെ ഭാഗം എഴുതാനുണ്ട്, നമുക്ക് വേണ്ടാഞ്ഞിട്ടാ. ഇനി റേറ്റ് ലോ പ്രകാരം നമ്മൾ ഇതിന്റെ റേറ്റ് എഴുതും. റേറ്റ് = KA⁻1. എന്തുകൊണ്ടാണ് ഞാൻ 1 എന്ന് എഴുതിയത്? അതെ, ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. 0 ഇട്ടാൽ അതെന്താണ്, സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇപ്പം നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പ്രകാരമുള്ള റേറ്റും എഴുതി, റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റും നമ്മൾ എന്താക്കി, എഴുതി. ലെഫ്റ്റ് സൈഡ് രണ്ടും സെയിം അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡ് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമ്മൾ എഴുതുകയാണ് -dA/dt = KA⁻1. റെഡി? ക്ലിയർ? ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഇല്ല. ഇതിൽ ഇവിടെ ഒന്നും പോവാനൊന്നുമില്ലല്ലോ. ഇനി സാറ് എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ വളരെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി, ഈ എനെ ഇങ്ങോട്ട് എടുക്കുക, ഡി ടീനെ അങ്ങോട്ട് എടുക്കുക. അപ്പം എങ്ങനെ വരും? -dA/A = KDT. -dA/A = KDT എന്നെന്താവും, വരും. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ചെയ്തതിൽ? റെഡി അല്ലേ? ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രേഷൻ ഓൺ ബോത്ത് സൈഡ്സ്. നമ്മുടെ ഇക്വേഷൻ്റെ ഇരുഭാഗവും എന്താക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമ്മൾ രണ്ട് സൈഡും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? -lna ലോഗരിതാണ് കേട്ടോ. -lna = KT+C എന്നെന്താവും, കിട്ടും. ഇതിൻ്റെ ബാക്കി എവിടെ? ഇവിടെ നമ്മുടെ ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ്: -lna = KT+C. ഇനി നമ്മളിവിടെ എന്താക്കുകയാണ്? സി എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഇതാണ്: A = A0. എക്ക് A0 എന്ന് കൊടുക്കുക. ദെൻ T = 0. ടിക്ക് 0 എന്നും എന്താക്കുക, കൊടുക്കുക. എക്ക് A0 എന്നും കൊടുക്കുക, ടിക്ക് 0 എന്നും എന്താക്കുക, കൊടുക്കുക. കണ്ടീഷൻസ് എന്താക്കുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ നമുക്ക് -ln A0, എക്ക് A0 എന്ന് കൊടുത്തു, = K × ടിക്ക് 0 എന്ന്, K × 0 + C. അതായത് -ln A0 = C. C എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമുക്ക് ലഭിക്കും.
മൈനസ് ln a0 എന്ന്. റെഡി? ഇനി സിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പൊ എങ്ങനെയാ വരിക? മൈനസ് ln a ഈക്വൽ ടു കെ ടി മൈനസ് ln a0. ശരിയാണോ? മൈനസ് ln a ഈക്വൽ ടു കെ ടി പ്ലസ് സി എന്നായിരുന്നു. സി നമുക്ക് ലഭിച്ചു ln a0 എന്ന്. ഇനി നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നോക്കണേ, ln a0 മൈനസ് ln a ഈക്വൽ ടു കെ ടി. ഇതിനെ ഇങ്ങോട്ട് എടുത്തു റീഅറേഞ്ച് ചെയ്ത് എഴുതി. ln a0 മൈനസ് ln a ഈക്വൽ ടു കെ ടി. റെഡി? ഇനി നിങ്ങൾ മക്കൾ പഠിച്ച ഒരു കൺസെപ്റ്റിലേക്കാണ് സാറ് വരുന്നത്. വാട്ട് ഇസ് ലോഗ് എ മൈനസ് ലോഗ് ബി? എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് ലോഗ് എ ബൈ ബി അല്ലേ? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ln a0 മൈനസ് ln a? ln a0 ബൈ a അല്ലേ? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. അപ്പൊ ln a0 മൈനസ് ln a എന്ന് പറയുന്നത് എന്താണ്? ln a0 ബൈ a. ദിസ് ഇസ് ഈക്വൽ ടു കെ ടി. റെഡി? ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ല. എന്നാ നോക്കൂ, ഇനി ഈ ഇൻറ്റു ടീനെ ഇങ്ങോട്ട് എടുക്കണ്ടേ? ഇൻറ്റു ടി ഇങ്ങോട്ട് വരുമ്പോ എന്താ വരിക? ബൈ ടി എന്നല്ലേ? അപ്പൊ നമ്മൾ എഴുതുകയാ 1/t ln a0 ബൈ a ഈക്വൽ ടു k. റെഡി? ln എന്ന് പറയുന്ന ലോഗരിതത്തില് നമുക്കൊരിക്കലും പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ സാധ്യമല്ല. നമുക്കറിയാവുന്നത് കോമൺ ലോഗരിതമാണ്. കോമൺ ലോഗരിതത്തിലാണ് നമ്മൾ പ്രോബ്ലംസ് എന്താക്കേണ്ടത്? സോൾവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റുന്നു. കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റാൻ നമ്മൾ 2.303 കൊണ്ട് എന്താക്കും? മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എഴുതുകയാ 2.303 ബൈ ടി ലോഗ് a0 ബൈ a ഈക്വൽ ടു k. ഇതാണ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് k കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റെഡി? 2.303 ബൈ ടി ലോഗ് a0 ബൈ a ഈക്വൽ ടു k. ഇതാണ് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റെഡി? 2.303 ഒരു കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് നമ്മൾ പറയുന്നത് ടൈമാണ്. a0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. എ എന്ന് പറയുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. കെ ഒബ്വിയസ്ലി നമുക്കറിയാം അതെന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എന്താവും? അറിയാം അല്ലേ? ഇത്രയുമാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഡെറിവേഷൻ. ഒന്നുകൂടി നോക്കാൻ വേണമെങ്കിൽ എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുന്നു. ഈ ഒരു റിയാക്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് -dA/dt എന്നാണ്. റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റ് എന്ന് പറയുന്നത് KA⁻1 എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതുകയാ -dA/dt ഈക്വൽ ടു KA⁻1. അപ്പോൾ -dA/A ഈക്വൽ ടു KdT. എനെ ഇങ്ങോട്ടെടുത്തു, ഡി ടി അങ്ങോട്ടെടുത്തു. അപ്പോൾ -dA/A ഈക്വൽ ടു KdT. ഇനി ഇരുവശവും നമ്മൾ എന്താക്കുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് -ln A ഈക്വൽ ടു KT പ്ലസ് C. റെഡി? സി എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ആ സി എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സർട്ടൺ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണ്. കണ്ടീഷൻസ് അപ്ലൈ ചെയ്തതാണ്. എക്ക് A0 എന്ന് കൊടുത്തു, ടിക്ക് 0 എന്ന് കൊടുത്തു. അപ്പോൾ -ln A0 ഈക്വൽ ടു സി എന്നെന്താവും? വരും. ഇനി സിക്ക് പകരം എന്താക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പോൾ മൈനസ് ln A ഈക്വൽ ടു KT മൈനസ് ln A0 എന്നെന്താവും വരും. ഇനി ln A0 മൈനസ് ln A ഈക്വൽ ടു KT. ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറയുന്നത് എന്താണ്? ലോഗ് A ബൈ B ആണ്. അപ്പൊ ln A0 ബൈ A എന്ന് പറഞ്ഞാൽ എന്താണ്? KT ആണ്. നമുക്ക് K ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ T യെ കൂടി നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. 1/T ln A0 ബൈ A ഈക്വൽ ടു എന്ത് വരും? K. ഇവിടെ നമുക്ക് ലോഗരിതം കോമൺ ലോഗരിതം ആകണം. അതുകൊണ്ട് ലോഗരിതത്തിലേക്ക് മാറ്റുന്നു. 2.303/T ലോഗ് A0 ബൈ A ഈക്വൽ ടു K എന്നെന്താവും വരും. ഇതാണ് നമ്മൾ പറയുന്ന ഒരു ഫസ്റ്റ് ഓർഡർ കേട്ടോ, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായല്ലോ സംഗതി? ഡൗട്ട് ഇല്ലല്ലോ അതില്? എഗെയിൻ ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം ശ്രദ്ധിക്കൂ. ഇവിടെയും നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് ടൈമും, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടൈമും കോൺസെൻട്രേഷൻ്റെ ലോഗരിതവും വെച്ചിട്ടാണ്. റെഡി? ശ്രദ്ധിക്കണേ പറയുന്നത്. ഇവിടെ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലും നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ടൈം, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നടക്കാൻ എടുത്തിരിക്കുന്ന സമയവും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ലോഗരിതവും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ഡൗൺവേർഡ് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഒരു താഴേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്താകുന്നത്? ലഭിക്കുന്നത്. നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. റെഡി? ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന സമയത്ത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു K ബൈ 2.303 ആണ്. റെഡി? ഈ ഗ്രാഫിനകത്തുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു K ബൈ 2.303 ആണ്. ക്ലിയർ? മനസ്സിലായോ സംഗതി? ഇതാണ് മറ്റൊരു കാര്യം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഗ്രാഫുകൾക്കകത്ത് നിന്നും നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാൻ പഠിക്കുന്നുണ്ടല്ലേ. സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും നമുക്ക് ഗ്രാഫിനകത്ത് നിന്ന്, സ്ലോപ്പിനകത്ത് നിന്ന് ഈ പറയുന്ന എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? റേറ്റ് കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. ക്ലിയർ അല്ലേ മക്കളെ കാര്യം? സംശയമൊന്നുമില്ലല്ലോ അതിൽ? റെഡി ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. റെഡി? അപ്പോൾ സാറ് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്നും പറഞ്ഞു തന്നു. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്നും പറഞ്ഞു തന്നു. എഴുതണോ? ഒന്ന് എഴുതി വെച്ചേക്കാം. നോക്കൂ, K ഈക്വൽ ടു A0 മൈനസ് A ബൈ T എന്നുള്ളതാണ് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2.303/T ലോഗ് A0 ബൈ A. റെഡി? ഇനിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിസ് ഈസ് ഹാഫ് ലൈഫ് പീരീഡ്. ഹാഫ് ലൈഫ് പീരീഡ്, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണ് T ഹാഫ് എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഹാഫ് ലൈഫ് പീരീഡ്, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പലാണെന്ത്? T ഹാഫ്. പേരിൽ തന്നെ ഉണ്ട് അർത്ഥം. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴും, ഏതു ആവട്ടെ, ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴും നമ്മുടെ റിയാക്റ്റൻറ്റുകൾ റിയാക്റ്റ് ചെയ്ത് പകുതിയാകാനെടുക്കുന്ന കാലയളവിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ്. ദ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. റെഡി? ഏതൊരു റിയാക്റ്റൻറ്റിൻ്റെയും തുടക്കത്തിലുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷൻ
റിയാക്ട് ചെയ്ത് പകുതിയാകാൻ എടുക്കുന്ന കാലയളവിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുക. അതായത് 100 ഗ്രാം ഉള്ള റിയാക്റ്റൻ്റ് 50 ഗ്രാം ആവാൻ, പകുതിയാകാൻ. 50 ഗ്രാം ഉള്ള റിയാക്റ്റൻ്റ് 25 ഗ്രാം ആവാൻ, പകുതിയാകാൻ. 25 ഗ്രാം ഉള്ള റിയാക്റ്റൻ്റ് 12.5 ഗ്രാം ആവാൻ, പകുതിയാകാൻ. 12.5 ഗ്രാം ഉള്ള റിയാക്റ്റൻ്റ് എത്ര വരും? 12.5 6.25 ഗ്രാം ആവാൻ. 6.25 ഗ്രാം ഉള്ള റിയാക്റ്റൻ്റ് ആണെങ്കിലോ 3.125 ആവാൻ, അല്ലേ? ഇങ്ങനെ ഏത് റിയാക്റ്റൻറ്റുകളും റിയാക്ട് ചെയ്ത് പകുതിയാകാൻ എടുക്കുന്ന കാലയളവുണ്ടല്ലോ, ആ ഒരു കാലയളവിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുക. ദ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് വാല്യൂ. അതിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുക. നോക്കാം, നമുക്കൊരു 0 ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കണം. ഒരു 0 ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എഴുതുകയാണ് നമ്മുടെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ K = A0 - A/T. ടീനെ ഇങ്ങോട്ട് എടുക്കുക, ടൈം. ലൈഫ് പീരീഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ടൈം. ടീനെ ഇങ്ങോട്ട് എടുക്കുക, കെനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ T = A0 - A/K. റെഡി? ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് അല്ലേ, ഹാഫ് ആകുന്ന സമയമാണ്. അപ്പോൾ ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? T½ എന്ന് കൊടുക്കാം. T½ = ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0. റെഡി? ഇനി പകുതിയാകാൻ എടുക്കുന്ന കാലയളവാണ്. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ A എന്ന് പറയുന്നത് എന്തായിരിക്കും? A0/2 ആയിരിക്കും. ശരിയല്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് A0. പകുതിയാകാൻ എടുക്കുന്ന കാലയളവല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫൈനൽ കോൺസെൻട്രേഷൻ A എന്ന് പറയുന്നത് എന്താണ്? A0/2 ആണ്, ഡിവൈഡഡ് ബൈ K എന്ന് വരും, അല്ലേ? ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ് ആണ് നമ്മൾ നടത്തിയത്. നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷനിൽ നിന്ന് ടൈമിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റി T = A0 - A/K എന്ന്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഹാഫ് ലൈഫ് പീരീഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? അവിടെ T½ എന്ന് കൊടുത്തു. A0 - ഫൈനൽ കോൺസെൻട്രേഷന് A0/2 എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ എന്ത് കൊടുത്തു? K. ഇനി T½ = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2A0 - A0 എന്ത് വരും? 2K എന്നെന്താവും വരും, അല്ലേ? അപ്പോൾ T½ = A0/2K. റെഡി? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 2 × റേറ്റ് കോൺസ്റ്റന്റ് ചെയ്താൽ ഒരു 0 ഓർഡർ റിയാക്ഷൻ്റെ പകുതിയാകാൻ എടുക്കുന്ന കാലയളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും? T½ = A0/2K. ഇവിടെയൊക്കെ എൻട്രൻസ് ബേസ്ഡ് ആയ ചില ചോദ്യങ്ങളുണ്ട്, പറഞ്ഞു തരാമത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് ആണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് നമുക്ക് എന്താക്കാം? കണ്ടുപിടിക്കാം. ഇവിടെ നോക്കൂ, നമ്മുടെ റേറ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ്. K = 2.303/T log A0/A. നമുക്ക് ടൈം പീരീഡ്, ലൈഫ് പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടീനെ ഇങ്ങോട്ട് എടുക്കുക, കെനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ T = 2.303/K log A0/A. പകുതിയാകാൻ എടുക്കുന്ന കാലയളവല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? T½ = 2.303/K
ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് A0, ഫൈനൽ കോൺസെൻട്രേഷൻ അല്ലേ A അല്ലേ? ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ പകുതിയാകാൻ എടുക്കുന്ന കാലയളവാണ്. അപ്പൊ എങ്ങനെ വരും? A0/2 എന്നെന്താവും വരും. ക്ലിയർ അല്ലേ? റെഡി. ഇനി T12 is equal to 2.303/k log 2A0/A0. റെഡി. ഇതില് A0യും A0യും കട്ട് ചെയ്തു പോകും. ബാക്കി എന്താ ഉള്ളത്? T12 is equal to 2.303/k log 2 എന്നെന്താവും വരും. പെട്ടെന്നൊന്ന് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തേ എല്ലാവരും. വേഗാവട്ടെ, കാൽക്കുലേറ്ററിൽ വളരെ വേഗത്തിൽ ചെയ്യൂ. T12 is equal to 2.303/k log 2 ചെയ്തു, കിട്ടി. ദെൻ നിങ്ങൾക്ക് ലഭിക്കുക ഇങ്ങനെയാണ്. T12 is equal to 0.693/k. ഇത് ഇൻറ്റു log 2/k ചെയ്താൽ 0.693/k എന്നെന്താവും വരും. റെഡി. ഇവിടെ രണ്ട് എൻട്രൻസ് ചോദ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ എൻട്രൻസ് ചോദ്യം ഇതാണ്: ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഹാഫ് ലൈഫ് പീരീഡ് ഏത് ഓർഡർ റിയാക്ഷൻ്റേതാണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഹാഫ് ലൈഫ് പീരീഡ് ഏത് ഓർഡർ റിയാക്ഷൻ്റേതാണ്? ദിസ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്താക്കുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. എന്നാൽ നമ്മുടെ സീറോ ഓർഡർ റിയാക്ഷൻ്റെ കാര്യത്തിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയ A0യെ ഡിപ്പെൻഡ് ചെയ്യുന്നും ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്: നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഡീകേ. റെഡി. അൺസ്റ്റേബിൾ ആയ ന്യൂക്ലിയൈകളുടെ നാച്ചുറൽ ആയതോ ആർട്ടിഫിഷ്യൽ ആയതോ ആയ ഡീകേ, അതായത് വികിരണങ്ങളെ പുറത്തുവിടുന്ന പ്രോസസ്സുകൾ. ഇപ്പം നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിക്കും, ആൽഫ വികിരണത്തെ പുറത്തുവിട്ടു, ബീറ്റ വികിരണത്തെ പുറത്തുവിട്ടു, ഗാമ വികിരണത്തെ പുറത്തുവിട്ടു. ഇത്തരത്തിൽ റേഡിയേഷൻസിനെ പുറന്തള്ളുന്ന, അത് നേച്ചുറൽ ആവട്ടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആവട്ടെ, നേച്ചുറലോ ആർട്ടിഫിഷ്യലോ ആയ അൺസ്റ്റേബിൾ ന്യൂക്ലിയൈകളുടെ എല്ലാത്തിൻ്റെയും തന്നെ ഡീകേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലാണ് പെടുക. റെഡി. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ തപ്പിപ്പിടിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഡീകേ ഓഫ് അൺസ്റ്റേബിൾ ന്യൂക്ലിയായി. അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായി മാറുന്നത് ഗോൾഡോ സിൽവറോ പ്ലാറ്റിനമോ പോലുള്ള മെറ്റൽ സർഫസിൽ വെച്ചിട്ട്. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് T12 is equal to A0/2k എന്നാണ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് T12 is equal to 0.693/k എന്നാണ്. ഇതിനൊരു പ്രത്യേകതയുള്ളത് ഇതാണ്: ഒരിക്കലും ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഇതെന്താക്കുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. റെഡി. ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡിപ്പെൻഡ് ചെയ്യാത്തത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടരുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളിലേക്കാണ് അടുത്ത ക്ലാസ്സിൽ വരിക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.